ഒരു ശബരിമല സമരവും ആ സമരത്തോട് സർക്കാർ കാട്ടിയ ധാർഷ്ട്യവും ഇപ്പോൾ കേരളത്തെ ഒരു കലാപഭൂമിയാക്കിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് കേരളം ഒരു കലാപഭൂമിയാണ്. തങ്ങളുടെ പൗരന്മാർ കേരളത്തിലേക്ക് പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രളയാനന്തര കേരളം പുനഃസൃഷ്ടിക്കാനുള്ള സർക്കാരിൻ്റെ തീവ്ര ശ്രമങ്ങൾക്കിടയിലാണ് ഇടുത്തി പോലെ ഇപ്പോൾ ശബരിമല വിഷയമെത്തുന്നത്. ശബരിമല വിഷയം ആളിപ്പിടിപ്പിച്ച് കലാപഭൂമിയാക്കി കേരളത്തെ മാറ്റിയപ്പോൾ ഈ ധാർഷ്ട്യത്തിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ കേരളം ഇപ്പോൾ ഒരു കലാപഭൂമിയാണ്. നമ്മുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ടൂറിസത്തിനെ പൊളിച്ചെടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രളയാനന്തര കേരളം ടൂറിസം മേഖലയിലെ തളർച്ചയിൽ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. നമ്മുടെ മലയോര പ്രദേശങ്ങളിലെയും കായലോരങ്ങളിലെയും റിസോർട്ടുകളും ടൂറിസം പ്രദേശങ്ങളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയായിരുന്നു പ്രളയാനന്തര കേരളം കണ്ടത്. തീവ്ര ശ്രമങ്ങളിലൂടെ അവ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേരളത്തെ ഒരു കലാപഭൂമിയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊടുക്കും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വലിയ വാർത്താ പ്രാധാന്യമാണ് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും. ഉത്തരേന്ത്യൻ പത്രങ്ങൾക്കും ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾക്കുമൊക്കെ വലിയ വാർത്തയാണ് ശബരിമല ക്ഷേത്രത്തിലെ യുവതി പ്രവേശനവും തുടർന്നുണ്ടായ സമരങ്ങളും കലാപവും ഒക്കെ. ഇന്ത്യയുടെ മുന്നിൽ കേരളവും ഒരു കലാപഭൂമിയാണ്. ഉത്തരേന്ത്യൻ ടൂറിസ്റ്റുകളും അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുമൊക്കെ ഇവിടേക്കിപ്പോൾ വരാൻ മടിക്കുന്നു. ദീപാവലി ക്രിസ്മസ് വേളയായിരുന്നു നമ്മുടെ റിസോർട്ടുകാർക്കും നമ്മുടെ ടൂറിസം മേഖലയ്ക്കും ഏറ്റവും അനുയോജ്യമായ സമയം. അത് നമ്മൾ കുളമാക്കി പൊളിച്ചടുക്കി. പ്രളയാനന്തര കേരളം പ്രകൃതി നൽകിയ ആ താണ്ഡവ ദുരന്തത്തെ തീവ്രശ്രമം നടത്തുമ്പോഴാണ് വീണ്ടും കലാപത്തിന്റെ പേരിൽ കേരളം ഒറ്റപ്പെടുന്നത്. വളരെ വേദനാജനകമായ കാഴ്ചയാണ് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ടൂറിസം മേഖല അക്ഷരാർത്ഥത്തിൽ കുത്തഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുനഃസൃഷ്ടിക്കാൻ അവർക്കാവുന്നില്ല. ടൂറിസ്റ്റുകൾ ആരും തന്നെ കേരളത്തിലേക്ക് കടന്നു വരാൻ മടിക്കുന്നു. തൊലിവെളുത്ത വിദേശ ടൂറിസ്റ്റുകൾ മാത്രമായിരുന്നില്ല നമ്മളുടെ ടൂറിസം മേഖലയെ പിടിച്ചു നിർത്തിയിരുന്നത്. ഉത്തരേന്ത്യൻ ടൂറിസ്റ്റുകൾ ധാരാളമായി ഒഴുകിയെത്തിയിരുന്നു. അവർക്ക് കേരളം ദൈവത്തിന്റെ ഭൂമിയാണ്. പച്ചപ്പും ജലസ്രോതസ്സുകളുമൊക്കെ ധാരാളമുള്ള കേരളത്തിൽ അവധിക്കാലം ചെലവഴിക്കാൻ ധാരാളമായി അവരെത്താറുണ്ടായിരുന്നു. അവരൊക്കെ കേരളത്തിലേക്കുള്ള വരവ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന കാഴ്ചയാണ്. വികസനം പറയുന്നവർ, വികസനം സൃഷ്ടിക്കാൻ ഇറങ്ങുന്നവർ ഈ തകർച്ച കാണണം. കേരളത്തിന്റെ ടൂറിസം മേഖലയിലെ തകർച്ച സമസ്ത മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. ടൂറിസം മേഖല വരുമാനത്തിൽ കേരളത്തെ 2ാം സ്ഥാനത്ത് എത്തിച്ചു നിൽക്കുന്നതാണ്. ടൂറിസം മേഖലയിലെ തളർച്ച നിർമ്മാണ മേഖലയെയും മറ്റ് സേവന മേഖലകളെ ഒക്കെ ബാധിക്കുന്നു. കേരളത്തിന്റെ ഉയർന്ന ജനസാന്ദ്രത സ്വാഭാവികമായും ടൂറിസം വികസനത്തിന് വിഘാതമാകേണ്ടതാണെങ്കിലും അനന്യമായ ചില സവിശേഷതകൾ കേരളത്തെ വിനോദയാത്രാ സൗഹൃദ പ്രദേശമായി ഇന്നും നിലനിർത്തിയിരുന്നു. നഗരങ്ങളും പട്ടണങ്ങളും ഉണ്ടെങ്കിലും കാര്യമായ നഗരവൽക്കരണം നടന്നിരുന്നില്ല എന്ന് തന്നെ പറയാം. നഗരങ്ങൾ പോലെ തന്നെ ഉൾനാടൻ ഗ്രാമങ്ങളും എല്ലാ ആധുനിക സൗകര്യങ്ങളും കൊണ്ട് സജ്ജമായിരുന്നു. ഉൾനാടുകളെ പോലും ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖലയും കേരളത്തിനുണ്ട്. ഇത് മറ്റനേകം ആനുകൂല്യങ്ങൾക്കൊപ്പം ലോകമെങ്ങും നഗരവൽക്കരണത്തിന്റെ ശാപമായ ചേരികളുടെ രൂപീകരണം കേരളത്തിൽ ഇല്ലാതാക്കി. വ്യോമ റെയിൽ സമ്പർക്കത്തിന്റെ ആനുകൂല്യം ഇതിനു പുറമെയായിരുന്നു. അന്തർദേശീയ ബന്ധങ്ങൾ വളർത്തിയെടുത്ത കേരളത്തിന്റെ സാർവജനീന സംസ്കാരം ഭാഷയും ഭക്ഷണവും വർണ്ണവും വംശവും ഒന്നും മലയാളിക്ക് പ്രശ്നമായിരുന്നില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടൽ കടന്നെത്തിയ വിവിധ ദേശക്കാരെ പോലെ ഇന്നും ഏത് ദേശക്കാർക്കും കേരളത്തിലേക്ക് കടന്നു വരാമായിരുന്നു. വർഗീയ സംഘർഷങ്ങളും വംശീയ വേർതിരിവുകളും ഇല്ലാത്ത പ്രദേശമായിരുന്നു കേരളം. സംഘർഷരഹിതമായ താരതമ്യേന ശാന്തമായ അന്തരീക്ഷവും ടൂറിസത്തിന് അനുകൂല ഘടകമായിരുന്നു. എന്നാൽ ഇവയൊക്കെ തച്ചുടയ്ക്കുന്ന കലാപത്തിന്റെ വാർത്തകൾ പുറത്തേക്ക് പരക്കുമ്പോൾ ടൂറിസം വിറങ്ങലിച്ച് നിൽക്കുന്നു. ചാർട്ടേഡ് വിമാനങ്ങളിൽ വന്നിറങ്ങി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് എയർ കണ്ടീഷൻ ചെയ്ത വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വെളുത്ത തൊലിയുള്ള വരേണ്യവർഗം മാത്രമാണ് ടൂറിസ്റ്റുകൾ എന്ന മിഥ്യാധാരണയൊക്കെ പമ്പ കടന്നിരുന്നു. ഗാർഹിക വ്യാപാര ആവശ്യങ്ങൾക്കൊഴികെ നടത്തുന്ന എല്ലാ യാത്രയും ടൂറിസത്തിന്റെ പരിധിയിൽ വരും. ഒരു കൊച്ചിക്കാരൻ തിരുവനന്തപുരത്തോ കോടനാടോ പൂതത്താങ്കെട്ടോ ഒക്കെ സന്ദർശിക്കുന്നതും ടൂറിസമാണ്. പക്ഷെ ആ രീതിയിൽ അവ പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് ഇപ്പോൾ സത്യം. കേരളത്തിലെ അസഹിഷ്ണുത പതുക്കെ വളർന്നു വരികയാണ്. മതത്തിന്റെയും സംസ്കാരത്തിന്റെയും മറപിടിച്ച് മനുഷ്യരുടെ ഭക്ഷണ വസ്ത്ര സംസ്കാരം നിയന്ത്രിക്കാനുള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും പല കോണുകളിൽ ഉയരുന്നുണ്ടായിരുന്നു. സദാചാര ഗുണ്ടായുസവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. തൽക്കാലം വിദേശികൾ ഇതിൽ നിന്നും വിമുക്തരാണെങ്കിലും നാളെ അവരുടെ മേലെല്ലാം ഈ കണ്ണുകൾ വീഴും. പലപ്പോഴും നിയമപാലകർ ഇരകൾക്ക് പകരം വേട്ടക്കാരായ സദാചാര ഗുണ്ടകളോടൊപ്പം നിൽക്കും. മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ പേരിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ
സദാചാര ഗുണ്ടായുസത്തിന് പ്രേരിപ്പിക്കുന്നവരും ഇന്ന് നിരവധിയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കലാപത്തിന്റെ വാർത്തകളും പ്രചരിക്കുന്നത്. ടൂറിസം മേഖലയിൽ ശ്രീലങ്കയുമായി കൊമ്പുകോർക്കുന്ന കേരളത്തിന് മത്സരം വളരെ കടുത്തതാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും സവിശേഷതകളും ശ്രീലങ്കയ്ക്കുണ്ട്. അതേസമയം വിലക്കുറവിന്റെ മത്സരബുദ്ധിയോടുകൂടി തന്നെ ശ്രീലങ്ക ടൂറിസം മേഖലയിൽ കേരളത്തോട് പൊരുതുകയും ചെയ്യുന്നു. ഇത്തരം കലാപ വാർത്തകളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ടൂറിസ്റ്റുകളുടെ ശ്രീലങ്കയിലേക്കുള്ള ഒഴുക്കാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ചെലവ് മാത്രമേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക് പോകാനും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യൻ യാത്രക്കാർ ശ്രീലങ്കയെ പകരമായി തിരഞ്ഞെടുക്കും, കേരളത്തിന് പകരം. വിദേശ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളും ശ്രീലങ്കയെ ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നു. കേരളത്തിലെ ടൂറിസം മേഖല അക്ഷരാർത്ഥത്തിൽ തളർന്ന് വീഴുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വർഷത്തെയും സീസൺ നഷ്ടപ്പെടുമെന്ന് മുന്നിൽ കണ്ട റിസോർട്ട് മുതലാളിമാർ തങ്ങളുടെ ജീവനക്കാരിൽ 50% പേരെ വിവിധ റിസോർട്ടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇത് അത്യന്തം വേദനാജനകമാണ്. പ്രളയത്തിന് ശേഷം കേരളത്തെ നിഗ്രഹിക്കുന്ന ഈ കലാപ ദുരന്ത വാർത്തകൾ നമ്മുടെ ടൂറിസം മേഖലയെ പിഴുതെറിയും. തീർച്ച ടൂറിസം മേഖലയെന്നല്ല, വികസനം എന്നത് അടിസ്ഥാനരഹിതമായ ഇത്തരം സമരങ്ങളും കലാപങ്ങളും നിറഞ്ഞ കേരളത്തിന് ശാപമാകുമ്പോൾ വികസനവും മുരടിക്കുമെന്ന് ഉറപ്പാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങളും കേരളത്തെ സ്നേഹിക്കുന്നവരും വികസനവും കേരളത്തിന്റെ വളർച്ചയും എന്ന് സ്വപ്നം കണ്ടിരുന്നു. അത്തരം സ്വപ്നങ്ങളുടെ കടക്കലാണ് ഈ കലാപങ്ങൾ ആളിപ്പടരുന്നത്. സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ വികസനമാണ്. കലാപം വളർത്താനുള്ള വിത്തെറിയുകയും അതിൽ നിന്ന് രാഷ്ട്രീയ കൊയ്ത്ത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളുമല്ല സർക്കാരിന്റെയും ഭരണ പാർട്ടികളുടെയും ലക്ഷ്യം. അതുപോലെ തന്നെ കലാപം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ സമരക്കാരും പ്രക്ഷോഭകരും ഏറ്റെടുക്കുകയും ചെയ്യരുത്. നാളെ നമ്മുടെ നാശത്തിലേക്കാണ് ഈ പോക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.